നമസ്തേ. ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഞങ്ങൾ 21 ദിവസമായിട്ട് കേരളത്തിൽ നിന്ന് ആദിശങ്കരാചാര്യരുടെ ജന്മസ്ഥാനത്ത് നിന്നും യാത്ര തിരിച്ച് ഭാരത പര്യടനം നടത്തുകയായിരുന്നു. ഏകദേശം ഒരു 14 സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ച് ജമ്മു കാശ്മീർ വരെ ഞങ്ങൾ പോവുകയും ഭാരതത്തിൻ്റെ ഈ ഒരു സൈഡിൽ കൂടെ പോയിട്ട് ഈസ്റ്റിൽ കൂടെ പോയിട്ട് വെസ്റ്റിൽ കൂടെ വരികയും അല്ല ലക്ഷ്യത്തിൽ കൂടെയായിരുന്നു പോയി വന്നത്. അതിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഏകദേശം 4 ജ്യോതിർലിംഗങ്ങളും 10ഓളം ശക്തിപീഠങ്ങളും സമാധി മണ്ഡപങ്ങൾ, ഗുഹകൾ, ക്ഷേത്രങ്ങൾ, അങ്ങനെ ഒട്ടനവധി സന്യാസി മഠങ്ങൾ ഒക്കെ സഞ്ചരിച്ച് ഞങ്ങളുടെ ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു ക്രിയായോഗ സ്റ്റുഡൻസിനെ കൊണ്ട് 24 സ്റ്റുഡൻസിനെ കൊണ്ടും ഒരു ബ്രഹ്മചാരിയും ഞങ്ങളൊപ്പം ഉണ്ടായിരുന്നു. ക്രിയായോഗയുടെ ഒരു പ്രാക്ടിക്കൽ സെഷനാണ് ഇതും കൊണ്ട് ഉദ്ദേശം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമ്മൾ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത, അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണ്, അവിടെ എന്തൊക്കെ നമ്മൾക്ക് സ്ഥൂലത്തിലും സൂക്ഷ്മത്തിലും എന്തൊക്കെ കാണാൻ സാധിക്കും, അവരെ അത് കുട്ടികളെ അനുഭവിപ്പിക്കുക, ക്രിയായോഗ സ്റ്റുഡൻസിന് അനുഭവിപ്പിച്ചിട്ട് ഓരോ സ്ഥലത്തെയും ഓരോ പോയിൻറ്റ്സിലും ഏതൊക്കെ ചക്രാസ്, ഏതൊക്കെ നാഡീസ്, എന്തൊക്കെ അനുഭവങ്ങൾ കിട്ടും, ഇതെല്ലാം അവർ എക്സ്പീരിയൻസ് ചെയ്യിപ്പിച്ചിട്ട് പതുക്കെ മൂവ് ഔട്ട് ചെയ്ത് ഇങ്ങനെ ഓരോ സ്ഥലത്തെത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഈവൻ ഞങ്ങളുടെ വണ്ടിയിലായാലും പോണ വഴിക്കായാലും സൂക്ഷ്മത്തിലും സ്ഥൂലത്തിലും ഒട്ടനവധി ഗുരുക്കന്മാരും നമ്മുടെ ഒപ്പം വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ കുട്ടികളെ അനുഭവിപ്പിക്കുക. അതോടൊപ്പം പ്രാക്ടിക്കൽ സെഷൻ നിലയ്ക്ക് നമ്മൾ ക്രിയായോഗയുടെ പല പല കാര്യങ്ങളും വഴിയിൽ നമ്മൾ അവരെ അനുഭവിപ്പിച്ചിട്ടുണ്ട്. അതിനുള്ള വിശദാംശങ്ങൾ ഞങ്ങൾ ഇതിന് പാർട്ട് ബൈ പാർട്ടായിട്ട് ഇത്രയും ഒരു 10,500 കിലോമീറ്റർ നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് ബൈ പാർട്ടായിട്ട് ഞങ്ങൾ ഓരോ വീഡിയോയിലൂടെ ഇതിനകത്ത് ഇടുന്നതായിരിക്കും. ഓരോ ക്ഷേത്രത്തിൻ്റെയും അല്ലെങ്കിൽ ഓരോ മഠത്തിൻ്റെയും പ്രത്യേകതകളും അവിടുത്തെ സ്ഥൂലഭാവത്തിൽ ഉള്ള അവരുടെ സ്റ്റോറിയും നമുക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളും അവിടെ എന്തെങ്കിലും കാണാൻ എന്തെങ്കിലും പറയാനുണ്ടോ അതും വാണി രൂപേണ അവരിലേക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുകയും എല്ലാം ചെയ്തതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. നമസ്തേ. ഞങ്ങളുടെ ജേണി സ്റ്റാർട്ട് ചെയ്തത് കാലടിയിൽ നിന്നാണ്. കാലടി ആദിശങ്കര ജന്മസ്ഥാനത്ത് നിന്നാണ് നമ്മൾ ഇത് തുടങ്ങിയത്. അവിടെ ചെന്നു. നമ്മൾ ഉച്ചയ്ക്കാണ് 2 മണി സമയത്താണ് നമ്മൾ കാലടി ചെന്നത്. അവിടെ ചെന്ന വഴി കാര്യം നേരെ പോയത് മുതലക്കടവിൽ ചെന്ന് ശങ്കരാചാര്യർ അവിടെ നമ്മൾ മുഖേന ശങ്കരാചാര്യർ ഒരു നമുക്ക് നിർദ്ദേശം തരികയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇൻഡ്യൂഷൻ വഴി നമുക്ക് ഒരു പ്രതിഷ്ഠ നടത്തണമെന്ന് ആദിശങ്കരാചാര്യ നിർദ്ദേശപ്രകാരം 3 ദിവസം കൊണ്ട് നമ്മളവിടെ ഒരു പ്രതിഷ്ഠ ശങ്കരാചാര്യർ വയ്ക്കുകയും അതിൽ എന്താ കോസ്മിക് എനർജി വഴി അതിനകത്തേക്ക് ചാർജ് ചെയ്യാനുള്ളൊരു അവസരം എനിക്ക് കിട്ടുകയും അങ്ങനെ അത് വഴി ആ ഒരു പ്രദേശത്തെ മൊത്തത്തിൽ ഊർജ്ജവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മൾ അവിടെ പൂർണ്ണ നദിയിൽ നിന്നും എടുക്കുന്ന ജലം അഭിഷേകം ചെയ്യുക മാത്രം, വേറെ ഒരു പൂജ്യം കാര്യങ്ങളൊന്നും അതിനതില്ല. അങ്ങനെ ഞങ്ങൾ സ്റ്റുഡൻസ് എല്ലാവരും അവിടെ നിന്ന് അഭിഷേകം ചെയ്ത് ആ കോസ്മിക് എനർജി എല്ലാവരിലേക്കും ട്രാൻസ്മിഷൻ കിട്ടുകയും എല്ലാവരും അനുഭവിച്ചറിയുകയും നിങ്ങൾക്കും ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ആ അഭിഷേകം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കും ആ ഒരു എനർജി സെൻസ് ചെയ്യാൻ സാധിക്കും. ഒരു കുറച്ചെങ്കിലും സെൻസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ എനർജി ഫീൽഡിൽ നമുക്ക് സെൻസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ അവിടെ അഭിഷേകം കഴിഞ്ഞ് മെഡിറ്റേഷനും കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മുകളിൽ വന്നിട്ട് അവിടെ ഇപ്പോൾ ശങ്കരാചാര്യരുടെ വലിയ ഒരു സ്തംഭം അവിടെ വച്ചിട്ടുണ്ട് ആശ്രമത്തിൻ്റെ ഉള്ളിൽ. അതെല്ലാം കാണാം. അതിൻ്റെ പുറത്ത് ധ്യാനിക്കാൻ വേണ്ടി മാത്രം ഇപ്പോൾ അവർ ആശ്രമമൊക്കെ ഇരിക്കാനുള്ള ഇരിപ്പിടവും അവിടെ ശിവനും
ശിവൻ്റെ മുകളിൽ ധാരയായിട്ട് ഗംഗയും ഒഴുകുന്ന ഒരു സ്റ്റാച്ചുവാണ് അവിടെ വച്ചിരിക്കുന്നത്. അപ്പോൾ അത് വളരെ മനോഹരമായിട്ടുണ്ട്. അവിടെ ഇരുന്ന് ധ്യാനിക്കും നമുക്ക് ശരിക്കും ശിവൻ്റെയും ഗംഗാദേവിയുടെയും പ്രസൻസ് അവിടെ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. അതും നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. അതും കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് കാലടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ തത്വത്തിൽ തപസ്സാണ്. അപ്പോൾ തപസ് ഭഗവാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ തപനിഷ്ഠാനിക്കുന്ന ഏതൊരാൾക്കും ശരീര ചൂടുണ്ടാകും. ഊഷ്മാവൻ്റെ വർധനവിൽ അതിനെ തണുപ്പിക്കുവാൻ വേണ്ടി, യഥാർത്ഥത്തിൽ ശരീരം തണുപ്പിക്കാൻ വേണ്ടിയല്ല, ആന്തരികമായിരിക്കുന്ന ഗുണ്ടന്യ ശക്തിയെ തണുപ്പിച്ച് ജഡരാഗ്നിയിൽ കൂടി ആ ഒരു ഗുണ്ടന്യ ശക്തിയുമായിട്ട് പ്രവർത്തിച്ച് മൂലാധാരം തുറക്കാൻ വേണ്ടിയുള്ള പ്രതീകമാണ് ജീവിതത്തിൽ. ഇവിടുത്തെ യോഗമാർഗത്തിൻ്റെ ഒരു തത്വമാണ്. അപ്പോൾ നമ്മളും ശിവനാണ് തപസ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ആ തലത്തിൽ വരുന്നില്ല. കാരണം എന്തുകൊണ്ട്? ശിവനിഷ്ഠയിലല്ല നമ്മൾ തപസ് ചെയ്യുന്നത്. ബ്രഹ്മചര്യം പാലിച്ച് ശിവനിഷ്ഠയിൽ തപസ് ചെയ്യുന്ന ഏതൊരാൾക്ക് ജീവിക്കുന്ന യഥാർത്ഥ ശിവനായിട്ട് മാറാൻ പറ്റും. ഇത് വന്ന് പ്രതീകമായിട്ട് കാണിക്കുന്നു. ഇവിടുത്തെ എനർജി ലെവൽ വന്നിട്ട് ശിവൻ്റെ എനർജി ഉണ്ട്, പ്ലസ് ഗംഗയുടെ എനർജി ഉണ്ട്. അതെവിടെ നിന്ന് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നു. യാത്ര 21 വർഷത്തെ സ്പിരിച്വൽ യാത്ര തുടങ്ങുകയും അവിടെ നിന്ന് നേരെ പോയത് നമ്മുടെ ഗുരുക്കന്മാരെ ആദ്യം വന്ദിക്കാനാണ്. അങ്ങനെ ഭോഗർ ഋഷി, ഭോഗനാഥ ഋഷിയുടെ ഒരു അമ്പലം പാലക്കാടുണ്ട്. ചൈതന്യ നഗറിൽ സഹയാദ്രി നഗറിലാണ്, ചൈതന്യ നഗറിൽ തന്നെ സഹയാദ്രി നഗറിലാണ് ഭോഗറിൻ്റെ അമ്പലമുള്ളത്. അത് പ്രതിഷ്ഠിച്ചേക്കുന്നത് അദ്ദേഹം മുൻ ജന്മത്തിൽ മറ്റേ ഭോഗനാഥരുടെ ഒപ്പം ഇത് ചെയ്ത കൂടെ നിന്ന് വർക്ക് ചെയ്ത ശിഷ്യന്മാരിൽ ഒരാളാണ് അദ്ദേഹം ഈ ജന്മത്തിൽ അമ്പലം എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ വേവലാതി പിടിച്ച് നടക്കുമ്പോഴാണ് അവസാനം അവിടെ വീടിൻ്റെ അടുത്ത് ആ കോമ്പൗണ്ടിൽ തന്നെ ഒരു അമ്പലം പണിയുകയും ഭോഗറിൻ്റെ അദ്ദേഹം അതിനെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു. ഭയങ്കര നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ ഹൈ പോസിറ്റീവ് എനർജി ആയിരുന്നു. ആ വിഗ്രഹം തന്നെ നമ്മളിലേക്ക് ഭയങ്കര ഒരു ആനന്ദം തരുന്ന രീതിയിലുള്ള ഒരു ചാർജാണ് അവിടെ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ ചെന്നപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായി, നിങ്ങൾ വന്നതോടുകൂടി ഋഷിക്ക് ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ആനന്ദമാണ്. അതിനനുസരിച്ചിട്ട് നമ്മളിൽ എല്ലാവർക്കും ചായയൊക്കെ തന്ന് സ്വീകരിച്ച് വളരെ പ്ലസൻ്റായിട്ട് അവിടെ എല്ലാവരും ധ്യാനിച്ചതിന് ശേഷമാണ് നമ്മുടെ യാത്ര വീണ്ടും ഭോഗർ ആശ്രമത്തിൽ നിന്നും ചെന്നൈയിലെ തിരുവണ്ണാമലയിലേക്ക് പോകുന്നത്.